എന്താണ് ട്രൂ ഫ്രൂട്ട് മോസ്റ്റ് ഫ്രൂട്ട്സ് ഹൗ ഡെവലപ്പ് ഒൺലി ഫ്രം ദ ഓവറി. അതിനാണ് നമ്മൾ സാധാരണ ഫ്രൂട്ട്സ് ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സിനാണ് നമ്മൾ ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. നമ്മൾ നേരത്തെ ടൈം പഠിച്ചിട്ടുണ്ട്. നമുക്കിനി എന്താണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പഠിക്കുക. പാർത്തനോജെനിസിസ് നമ്മൾ പഠിച്ചതാണ്. ഫ്രൂട്ട്സ് വിച്ച് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആർ കോൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ദീസ് ഡോണ്ട് ഹാവ് സീഡ്സ്. അതായത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം അതിൻ്റെ ഓവറി റൈപ്പ് ചെയ്ത് മച്ചുറായി കഴിയുമ്പോഴാണ് ഫ്രൂട്ട്സ് ആകുന്നത്. പക്ഷേ ഇവിടെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഫ്രൂട്ട്സ് വിച്ച് ആർ ഫോം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഓർത്തിരിക്കുക, ഇവിടെ എന്ത് നടക്കുന്നില്ല? ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നില്ല. അതിനാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ദീസ് ഡോണ്ട് ഹാവ് സീഡ്സ്. എക്സാമ്പിൾ ബനാന. അപ്പോൾ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സിൻ്റെ സീഡ് ആബ്സെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ഗ്രേപ്സ് ഒക്കെ കിട്ടാറുണ്ട് സീഡ് ആബ്സെൻ്റ് ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ പാർത്തനോകാർപ്പിക് എക്സാമ്പിളാണ്. സീഡ് ഇല്ല. നമുക്കിവിടെ പാർത്തനോകാർപ്പ് ഇൻഡ്യൂസ് ചെയ്യാം. എങ്ങനെയാണ്? ത്രൂ ദി ആപ്ലിക്കേഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺസ്. നമ്മൾ ഹോർമോൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ വിത്തില്ലാത്ത സീഡ് ഇല്ലാത്ത ഫ്രൂട്ട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിനി എന്താണ് ആ സീഡിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് സീഡ്സ്. സീഡ്സ് ഹാവ് ബെറ്റർ അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് ഫോർ ഡിസ്പേഴ്സിബിൾ ടു ന്യൂ ഹാബിറ്റാറ്റ്സ് ആൻഡ് ഹെൽപ്പ് ദ സ്പീഷീസ് ടു കോളനൈസ് ഇൻ അതർ ഏരിയാസ്. ഇതിന് പ്രത്യേകത സീഡ്സിന് ബെറ്റർ അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ട് ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട്. എന്താ ഡിസ്പേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിത്ത് വിതരണം. നമുക്കറിയാം നമ്മൾ വിത്തുകളെ അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് ഏതൊക്കെ ഓർഗാനിസംസ് ആണ് സഹായിക്കുന്നത്? നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ സീഡ് എവിടെയെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ അത് അവിടെ മുളയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ അനിമൽസ്, ബേർഡ്സ്, അതൊക്കെ ബയോട്ടിക് ആയിട്ടുള്ള ഡിസ്പേഴ്സിങ് ഏജൻ്റാണ്. അതുകൂടാതെ നമുക്കറിയാം കാറ്റ് അല്ലേ, കാറ്റിലും വെള്ളത്തിൽ കൂടിയൊക്കെ ഒഴുകിപ്പോയി സീഡ് വിത്ത് വിതരണം നടക്കുക. നമ്മുടെ കോക്കനട്ടൊക്കെ അങ്ങനെ വാട്ടർ ഡിസ്പേഴ്സ് ചെയ്യുന്ന എക്സാമ്പിളാണ്. ഇവിടെ അതുപോലെ വിൻഡ്. അപ്പം അങ്ങനെ ഏത് ഡിസ്പേഴ്സ് മെക്കാനിസം ആണെങ്കിലും ഒരു പുതിയ ഹാബിറ്റാറ്റിലോട്ട് പോകാനായിട്ട് സീഡിന് അതിൻ്റേതായ അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ വിൻഡാണ് അതിൻ്റെ ഡിസ്പേഴ്സിങ് ഏജൻ്റ് എങ്കിൽ അതിൻ്റെ വിങ്ങിലേക്ക് ചിറക് പോലെയുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണും. ആ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് അത് എന്ത് ചെയ്യുന്നു? അത് കാറ്റിൽ മൂവ് ചെയ്തിട്ട് പുതിയ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് മുളച്ച് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ പാർട്ടിലും കോളനൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദ സീഡ്സ് ആർ സഫീഷ്യൻറ്റ് ഫുഡ് റിസർവ് ഫോർ നറിഷിങ് ദ യങ് സീഡ്ലിംഗ്. നമ്മൾ പഠിച്ചതാണ് പുതിയതായിട്ട് മുളച്ചു വരുന്ന സസ്യങ്ങൾക്ക് സീഡ്ലിങ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് റിസർവ് സീഡിലുണ്ട്. ദ ഹാർഡ് സീഡ് കോഡ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദി യങ് എംബ്രിയോ. നമുക്കറിയാം സാധാരണയായിട്ട് ഏത് സീഡ് നമ്മൾ എടുത്താലും അതിനൊരു സീഡ് കോട്ടുണ്ട്. ആ സീഡ് കോട്ടിൻ്റെ പ്രത്യേകത അത് ഹാർഡാണ്. അത് എന്തിനാണ് അത് ഹാർഡായിട്ടിരിക്കുന്നത്? അതിൻ്റെ അകത്തുള്ള എംബ്രിയോയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ബീങ് പ്രോഡക്ട്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ദേ ജനറേറ്റ് ന്യൂ ജെനറ്റിക് കോമ്പിനേഷൻസ് ലീഡിങ് ടു വേരിയേഷൻസ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചു ഫെർട്ടിലൈസേഷൻ നടന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ എൻഡ് പ്രോഡക്റ്റാണ് സീഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ട് എന്തിനുള്ള ചാൻസ് കൂടിയുണ്ട്? ന്യൂ ജെനറ്റിക് കോമ്പിനേഷൻ, പുതുതായിട്ടുള്ള ജെനറ്റിക് കോമ്പിനേഷൻ, ജനിതകപരമായ മാറ്റങ്ങളോട് കൂടിയ പേരന്റ് പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായ ക്യാരക്ടർ കാണിക്കുന്ന ഓർഗാനിസം ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സീഡ് ഇസ് ദ ബേസിസ് ഓഫ് അവർ അഗ്രികൾച്ചർ. നമ്മൾ കൃഷിഭൂമിയിലൊക്കെ നമ്മൾ ആവർത്തിച്ച കൃഷി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൃഷിയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന സീഡാണ്. ഡീഹൈഡ്രേഷൻ ആൻഡ് ഡോർമൻസി ഓഫ് മച്വർ സീഡ്സ് ആർ ക്രൂഷ്യൽ ഫോർ സ്റ്റോറേജ് ഓഫ് സീഡ്സ്. അതുപോലെ ഡീഹൈഡ്രേഷനും ഡോർമൻസി, നമ്മൾ വിത്തുകളൊക്കെ നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. അതുപോലെ വിത്ത് മുളയ്ക്കാതിരിക്കുന്ന ഡോർമൻസി കണ്ടീഷനൊക്കെ നമുക്ക് എന്തിനു സഹായിക്കുന്നു? സീഡ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു. വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ് ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ഓൾസോ ടു റേസ് ക്രോപ്പ് ഇൻ ദ നെക്സ്റ്റ് സീസൺ. അപ്പോൾ നമുക്ക് അങ്ങനെ ആ സീഡിനെ സൂക്ഷിച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഉണക്കി സൂക്ഷിക്കാനും, അതുപോലെ നമ്മൾ സൂക്ഷിച്ചു വെച്ച സീഡ് ഡോർമൻസി ഉള്ളത് കൊണ്ട് എന്ത് സംഭവം? മുളച്ച് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് വർഷം മുഴുവനും ഫുഡായിട്ട് സീഡിനെ ഉപയോഗിക്കാം. നമ്മൾ നമ്മുടെ അരിയൊക്കെ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഗോതമ്പ്, മെയ്സ് അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന അത് ഈ ഒരു ഹാബിറ്റ് കൊണ്ടാണ് നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത സീസണിൽ കൃഷി ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാം. നെക്സ്റ്റ് സീഡ് വയബിലിറ്റി. The ability of a seed to germinate and produce seedling is called the seed viability. The ability of a seed to germinate and produce seedling. ഒരു സീഡിന് മുളയ്ക്കാനുള്ള ഒരു കഴിവുണ്ട്, അതുപോലെ പുതിയ സസ്യം ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിനാണ് നമ്മൾ സീഡ് വയബിലിറ്റി എന്ന് പറയുന്നത്. ദ പീരിയഡ് ഓഫ് വയബിലിറ്റി വേരീസ് ഫ്രം സ്പീഷീസ്. അപ്പോൾ നമ്മൾ
എല്ലാ സ്പീഷീസിലും ഒരേ വയബിലിറ്റി ആയിരിക്കില്ല. ഇപ്പം നമ്മളിവിടെ ഓക്സാലിസ് എന്ന് പറയുന്ന പ്ലാന്റിൽ ഫ്യൂ മന്ത്സ്, അപ്പം അതിൻ്റെ സീഡ് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ പിന്നെ അത് വയബിൾ അല്ല, പിന്നെ അത് മുളയ്ക്കുകയില്ല, പുതിയ സീഡ് പുതിയ പ്ലാന്റ് ഉണ്ടാകുകയില്ല. സാധാരണയായിട്ട് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന പ്ലാന്റ്സിനൊക്കെ സെവറൽ ഇയേഴ്സ് ഉണ്ട്. ട്രൈഫോളിയം എന്ന പ്ലാന്റിൽ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് അതിൻ്റെ സീഡിന് വയബിലിറ്റി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് 2 ടേംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് ആണ്, അപ്പോമിക്സിസും പോളി എംബ്രിയോണിയും. അപ്പോൾ അത് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ് അപ്പോമിക്സിസ്? Apomixis is a modified form of reproduction in which seeds are formed without fusion of gametes. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് സീഡ് ഫോം ചെയ്യുന്നത്, ഫെർട്ടിലൈസേഷൻ നടന്നത്. എന്താ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീസ്. അപ്പോൾ ഇവിടെ അപ്പോമിക്സിസിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്, മോഡിഫൈ ചെയ്ത മാറ്റങ്ങൾ സംബന്ധിച്ച റിപ്രൊഡക്ഷൻ മെത്തേഡാണ്, രീതിയാണ്. സീഡ്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്. സീഡ് ഫോം ചെയ്യുന്നു, ഗമീറ്റിൻ്റെ ഫ്യൂഷൻ നടക്കുന്നില്ല. ദ ഓർഗാനിസം ദാറ്റ് ക്യാൻ റീപ്രൊഡ്യൂസ് ബൈ അപ്പോമിക്സിസ് ഈസ് കോൾഡ് അപ്പോമിക്റ്റ്. അപ്പോൾ നമ്മൾ അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിൽ കൂടി ഉണ്ടാകുന്ന ഓർഗാനിസം നമ്മൾ പറയുന്ന പേരാണ് അപ്പോമിക്റ്റ്. Apomixis includes the process where a diploid cell of the nucellus develops into an embryo. അപ്പോമിക്സിസിൻ്റെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? എ ഡിപ്ലോയിഡ് സെൽ ഓഫ് ദ ന്യൂസെല്ലസ് നമ്മൾ ന്യൂട്രി ടിഷ്യൂ പഠിച്ചതാണ്. ആ ന്യൂസെല്ലസിലുള്ള ഒരു ഡിപ്ലോയിഡ് സെല്ല് എംബ്രിയോ ആയിട്ട് മാറുന്നു. അപ്പോൾ സാധാരണ എംബ്രിയോ എങ്ങനെ ഉണ്ടാകുന്നത്? മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ടിൽ നിന്നാണ് എംബ്രിയോ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ അപ്പോമിക്സിസ് നടക്കുന്ന പ്ലാന്റ്സിൽ എന്താ സംഭവിക്കുന്നത്? ന്യൂസെല്ലസിലുള്ള ഡിപ്ലോയിഡ് സെൽ എംബ്രിയോ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദ എംബ്രിയോ ഫോംഡ് ഇസ് ജനറലി ഐഡന്റിക്കൽ ടു ദ പേരന്റ് പ്ലാന്റ്, എക്സാമ്പിൾ ഗ്രാസ്. അങ്ങനെ ഫോം ചെയ്യുന്ന എംബ്രിയോ പേരന്റ് പ്ലാന്റിന് ഐഡന്റിക്കൽ ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണ്? അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, സൈഗോട്ട് ഫോം ചെയ്യുന്നില്ല, ഫ്യൂഷൻ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? അവിടെ ഒരു ന്യൂ ജെനറ്റിക് കോമ്പിനേഷൻ ഒന്നും ഉണ്ടാകാറില്ല. പേരന്റ് പ്ലാന്റിൻ്റെ സെയിം ആയിട്ടുള്ളത് തന്നെയാണ് പ്രോജനിയുടേത്. നെക്സ്റ്റ് പോളി എംബ്രിയോണി. It is the presence of more than one embryo in the seed. പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ വൺ എംബ്രിയോ ഇൻ ദ സീഡ്. നമുക്കറിയാം സാധാരണയായിട്ട് ഒരു സീഡിൽ എത്ര എംബ്രിയോ ഉള്ളത്? ഒരു എംബ്രിയോയേ ഉള്ളൂ. പക്ഷേ പോളി എംബ്രിയോണിയിൽ എന്താ സംഭവിക്കുന്നത്? ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉള്ള ഒരു സീഡിനകത്തുണ്ട്. ഇറ്റ് മേ ബി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മോർ ദാൻ വൺ egg cell in the embryo sac and all the egg cells may get fertilized. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ്? നമ്മൾ പഠിച്ചു എംബ്രിയോ സാക്കിൽ സാധാരണയായിട്ട് എഗ് അപ്പാറ്റസിൽ ഒരു egg cell മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നു? പോളി എംബ്രിയോണി കാണിക്കുന്ന സീഡിൽ മോർ ദാൻ വൺ egg cell എംബ്രിയോ സാക്കിൽ ഒന്നിൽ കൂടുതൽ egg cell ഉണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ egg cell ഉണ്ട്. എന്താ സംഭവിക്കുന്നത്? ആ egg cell എല്ലാം ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുകയും ചെയ്യുന്നു. എക്സാമ്പിൾ ഓർത്തിരിക്കുക, ഒനിയൻ, mango, lemon, orange. In citrus and mango varieties, some of the unicellular cells surrounding the embryo sac start dividing, protrude into the embryo sac and develops into embryo. ഇനി നമ്മൾ സിട്രസിലും മാംഗോയിലൊക്കെ എന്താ സംഭവിക്കുന്നത്? എംബ്രിയോ സാക്കിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ന്യൂസെല്ലസ് ടിഷ്യൂസ് എംബ്രിയോ സാക്കിലോട്ട് പ്രൊട്രൂഡ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചിട്ട് അതെന്തായിട്ട് മാറുന്നു? എംബ്രിയോ ആയിട്ട് മാറുന്നു. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് അപ്പോമിക്സിസ് ഇൻ അഗ്രികൾച്ചർ. അപ്പോമിക്സിസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. കൾട്ടിവേഷൻ ഓഫ് ഹൈബ്രിഡ്സ് ട്രമെൻഡസ്ലി ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. ഹൈബ്രിഡ് സീഡ്സ് ഹാവ് ടു ബി പ്രൊഡ്യൂസ്ഡ് എവറി ഇയർ. പ്രൊഡക്ഷൻ ഓഫ് ഹൈബ്രിഡ് സീഡ് ഈസ് കോസ്റ്റ്ലി. കൾട്ടിവേഷൻ ഓഫ് ഹൈബ്രിഡ്സ് ട്രമെൻഡസ്ലി ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. നമുക്കറിയാം ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് സെവറൽ ഓഫ് അവർ ഫുഡ് ആൻഡ് വെജിറ്റബിൾ ക്രോപ്സ് ആർ ബീങ് എക്സ്റ്റെൻസീവ്ലി കൾട്ടിവേറ്റഡ്. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ധാരാളമായിട്ട് ഹൈബ്രിഡ് വെറൈറ്റീസ് കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എന്താണ് ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ ഹൈബ്രിഡ് സീഡ്സ് ഹാവ് ടു ബി പ്രൊഡ്യൂസ് എവറി ഇയർ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റി കൃഷി ചെയ്യണം. ഹൈബ്രിഡ് വെറൈറ്റിയുടെ സീഡ് എല്ലാ വർഷവും നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ട് അത് പ്രൊഡക്ഷൻ ഓഫ് ഹൈബ്രിഡ് വെറൈറ്റി ഹൈബ്രിഡ് സീഡ് കോസ്റ്റ്ലിയാണ്. If the seeds collected from the hybrids are sown in the progeny do not maintain hybrid characters. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് കൃഷി ചെയ്തിട്ടുണ്ടാകുന്ന സീഡ് കളക്ട് ചെയ്തിട്ട്
നമ്മൾ പുതിയ ഇതായിട്ടത് കൾട്ടിവേറ്റ് ചെയ്താൽ എന്താ ഹൈബ്രിഡ് ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ഇഫ് ദ ഹൈബ്രിഡ്സ് ആർ മെയ്ഡ് ഇൻ ടു അപ്പോ മിക്സ്, ഫാർമേഴ്സ് ക്യാൻ യൂസ് സീഡ്സ് ഓഫ് ഹൈബ്രിഡ് വെറൈറ്റീസ് യൂസ് സീഡ്സ് ഓഫ് ഹൈബ്രിഡ് പ്ലാന്റ്സ് ടു റേസ് ന്യൂ ക്രോപ്സ്. അപ്പം നമ്മൾ ഹൈബ്രിഡ്സ് അപ്പോമിക്സ് ആയിട്ട് നമ്മൾ ഹൈബ്രിഡ്സിനെ മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ടു റൈസ് ന്യൂ പുതിയ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദേ ഡു നോട്ട് ഹാവ് ടു ബൈ ഹൈബ്രിഡ് സീഡ്സ് എവ്രി ഇയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് എല്ലാ വർഷവും ഹൈബ്രിഡ് സീഡ്സ് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ.